വേർഡ് ഉപയോഗിച്ച് ഒരു വലിയ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഹെഡിങ്ങിന് കൊടുത്ത അതേ ഡിസൈന് തുടർന്ന് ആ ഡോക്യുമെൻറ്റിനുള്ളിലെ എല്ലാ ഹെഡിങ്ങിനും നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ഫോർമാറ്റ് പെയിൻറ്റർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഏത് വേർഡിൻ്റെ ഫോർമാറ്റാണോ നമുക്ക് അല്ലെങ്കിൽ സ്റ്റൈലാണോ വേണ്ടത് ആ വേർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് മുഴുവനായിട്ട് സെലക്ട് ചെയ്യണമെന്നില്ല, വളരെ കുറച്ച് ഭാഗം സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ വന്ന് ഫോർമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് വേർഡിനെയാണോ ആ സ്റ്റൈലിലേക്ക് മാറ്റേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിലുണ്ടായിരുന്ന അതേ ഡിസൈൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ആ സെലക്ട് ചെയ്ത് കൊടുത്ത അതേ വേർഡിന് കൂടി അപ്ലൈ ആയിട്ടുണ്ടാവും. ഇനി ഈ സ്റ്റൈൽ നമുക്ക് ഇതിൻ്റെ താഴേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഫോർമാറ്റ് പെയിൻറ്ററിൽ പോവുക. എന്നിട്ട് ഏത് വേർഡാണോ നമുക്ക് ആ സ്റ്റൈലിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ താഴെ ഹെഡിങ്ങിലേക്ക് കൂടി ആഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് വേർഡാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ താഴെയുള്ള ഹെഡിങ്ങും ഇതിൻ്റെ ഇടയിലുള്ള ഹെഡിങ്ങും അങ്ങനെ ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സ്റ്റൈൽ വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്.